കൂടുതലും അറിയപ്പെടുക അതിലെ നായകന്മാരുടെ പേരുകളിലായിരിക്കും. സൂപ്പർ താരങ്ങളുടെ സിനിമകളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പക്ഷേ ചുരുക്കം ചില സംവിധായകർ സിനിമയിൽ സ്വന്തമായൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ശങ്കർ, മണിരത്നം, രാജമൗലി, രാജ്കുമാർ ഹിരാനി, പ്രശാന്ത് നീൽ എന്നിവരെ പോലെയുള്ളവരാണ് അതിനുദാഹരണം. ക്രിസ്മസ് കാലത്ത് ഇതിൽ 2 സൂപ്പർ സംവിധായകരാണ് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടുന്നത്. പ്രശാന്ത് നീലും രാജ്കുമാർ ഹിരാനിയും. പ്രശാന്തിന്റെ സലാറും രാജ്കുമാർ ഹിരാനിയുടെ ഡങ്കിയും തിയേറ്ററുകളിൽ ഒരുമിച്ചാണ് എത്തുന്നത്. ബോക്സ് ഓഫീസിൽ ഈ 2 ചിത്രങ്ങളും ആരാധകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതിലെ നായകന്മാർ ചിത്രത്തിന് പ്രതീക്ഷ നൽകുമ്പോൾ അതിന്റെ സംവിധായകരും ഈ പ്രതീക്ഷകൾക്ക് അമിതഭാരമേകുന്നുണ്ട്. मुझे मेरे देश में कोई खतरा नहीं है. मेरा देश जैसा है मेरा है. मैं यहाँ रहने के लिए अपने देश को गाली नहीं दूंगा. जय हिंद. ഷാരൂഖും പ്രഭാസും നേർക്കുനേർ പോരാടുമ്പോൾ അത് 2 ബ്രാൻഡ് ഡയറക്ടർമാർ കൂടിയുള്ള ഏറ്റുമുട്ടലാകും എന്നുറപ്പാണ്. പ്രശാന്ത് നീലിന്റെ 4ാമത്തെ സിനിമയാണ് സലാർ. പാൻ ഇന്ത്യൻ താരമായ പ്രഭാസ് നായകനാകുന്ന ചിത്രം സംവിധായകന്റെ പേരിൽ കൂടി തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഉഗ്രം എന്ന ആദ്യ സിനിമ കൊണ്ട് തന്നെ കന്നഡ സിനിമയിൽ തന്റെ പേരെഴുതി ചേർത്ത സംവിധായകനാണ് പ്രശാന്ത് നീൽ. 2ാമത്തെ ചിത്രമായ KGF പാർട്ട് 1 കൂടി എത്തിയതോടെ ഇന്ത്യയിലാകമാനം അറിയപ്പെടുന്ന സംവിധായകനായി പ്രശാന്ത് മാറിയിരുന്നു. KGFന്റെ 2ാം ഭാഗം ഇന്ത്യൻ ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കുമ്പോഴും അതിന്റെ അമരത്ത് പ്രശാന്ത് നീൽ ഉണ്ടായിരുന്നു. കന്നഡയ്ക്ക് പുറത്തേക്ക് ആദ്യമായി പ്രശാന്ത് എത്തുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷകളും വാനോളം ഉയർന്നിരിക്കുകയാണ്. ഡിസംബർ 22-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകളാണ് പ്രശാന്ത് നീലും പ്രഭാസും സലാറിലൂടെ ലക്ഷ്യം വെക്കുന്നത്. நிறைய பேரோட கதையை மாத்திருக்கு. ஆனா கான்சாரோட கதையை மாத்தினது 2 உயிர் நண்பர்கள் பரம விரோதியா மாறினதுனால. സലാറിനൊപ്പം മത്സരിക്കാനെത്തുന്നത് ബോളിവുഡിന്റെ സ്വന്തം കിങ് ഖാനാണ്. 2023-ൽ തന്റേതായി പുറത്തിറങ്ങിയ 2 ചിത്രങ്ങളും 1000 കോടി ക്ലബിൽ ഇടം നേടിയ ഷാറൂഖിന് ഇത് 2023-ലെ 3ാം വരവാണ്. ഒപ്പം ബോളിവുഡിന്റെ ഹിറ്റ് മേക്കർ രാജ്കുമാർ ഹിരാനി കൂടി എത്തുന്നതോടെ കിങ് ഖാന്റെ ആരാധകരും പ്രതീക്ഷയിലാണ്. തന്റെ മുൻകാല ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാക്കിയ ഒരു സംവിധായകൻ കൂടിയാണ് രാജ്കുമാർ ഹിരാനി. 5 സിനിമകളാണ് രാജ്കുമാർ ഹിരാനി ആകെ സംവിധാനം ചെയ്തത്. മുന്നാഭായ് MBBS, ലഗേ രഘു മുന്നാഭായ്, 3 ഇഡിയറ്റ്സ്, PK, സഞ്ജു. 5 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായി എന്നു മാത്രമല്ല ബോളിവുഡിന്റെ സ്ഥിരം ആഖ്യാന രീതികളെ വരെ തച്ചുടച്ച വൻ വിജയങ്ങളായി അവ മാറി. അതുകൊണ്ട് തന്നെ ഹിരാനി ബോളിവുഡിന്റെ കിങ് ഖാനുമായി ആദ്യമായി ഒന്നിക്കുമ്പോൾ ആരും മറിച്ചൊരു ബലം പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല. ഡങ്കി ഡിസംബർ 21-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്.